കിരണിന് പകരം പഞ്ഞിക്കിടാൻ നിങ്ങൾ ഷൈനിയാണോ പിടിച്ചോണ്ട് പോയെ? കൈ കിട്ടിയ ഒരു ദിനം പൊക്കി. ഇപ്പൊ എന്റെ പിള്ളേരെ പോലീസും പൊക്കി. അപ്പൊ ഞങ്ങളുടെ പേര് പുറത്തു വരുമോ? അങ്ങനെ ആരുടെയും പേരൊന്നും പുറത്തു വരത്തില്ല. നമ്മുടെ പിള്ളേരാണെന്ന് പോലീസിന് അറിയാം. ഞാൻ അവരെ പുറത്തിറക്കാനുള്ള ശ്രമത്തില. ഞാൻ അതിന്റെ ഒരു ടെൻഷനില്ല. കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് കൈവിട്ട് പോയിരിക്കുക. അപ്പോ പ്രതീക്ഷ പോലെ ഒന്നും നടന്നില്ലല്ലേ? നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പലതും ഇവിടെ നടക്കാൻ പോകുന്നുള്ളൂ. ഒരു കിരണിനെ പിടികൂടി പഞ്ഞിക്കിടാൻ നിങ്ങളെ കൊണ്ടായില്ലല്ലോ. പിന്നെയാണോ പ്രതീക്ഷിക്കാത്ത പലതും നടക്കാൻ പോകുന്നത്? വേണ്ടേ, രുദ്ര എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. പലതും സംഭവിക്കുമ്പോഴായിരിക്കും പലരും അറിയുന്നത്. ചേട്ടാ, നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. കിരണിന്റെ കാര്യം വിട്. ഷൈനിയെ പിടിച്ചോണ്ട് പോയിട്ട് പോലും നിങ്ങക്ക് സക്സസ് ആവാൻ കഴിഞ്ഞില്ലല്ലോ. വേണ്ടേ, രുദ്രന്റെ രീതികൾ നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ സംശയം ഉണ്ടാവുന്നത്. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കുകയും ചെയ്യും. ചേട്ടൻ നമ്മുടെ ഹോസ്റ്റലിനകത്ത് കയറാൻ തീരുമാനിച്ചു വന്നതല്ലേ? എന്നിട്ട് വല്ലതും നടന്നോ? നിങ്ങളെ ഏൽപ്പിച്ച ജോലി നിങ്ങൾ മറക്കാതിരിക്കുക. ആരവ് ഹോസ്റ്റലിനകത്ത് വരികയോ നിങ്ങൾ അവനെ കാണുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറയുക. ഓ, അറിയിക്കാം. ഞങ്ങള് പൊക്കോട്ടെ. പോയിക്കോ, വീണ്ടും കാണണം. വാടി. ഇവന്മാരെ കൊണ്ട് ഒന്നിനും കൊള്ളിലടി. കിരണിനെ പഞ്ഞിക്കിടാൻ പറഞ്ഞപ്പോ പോലീസ് ഇവന്മാരെ പഞ്ഞിക്കിട്ടും. അപ്പോ ഇവന്മാരെ നമ്പേണ്ടതാണോ? നമ്പിയിട്ട് കാര്യമൊന്നുമില്ല. കിരണിനെ ശരിപ്പെടുത്താൻ നമ്മൾ തന്നെ എന്തെങ്കിലും വഴി നോക്കണം. അവൾ എന്നെ അടിച്ച അടിക്ക് പകരം ചോദിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ അലീന ഫെർണാണ്ടസ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇവന്മാരെ ഉപയോഗിച്ച് ആ കണക്ക് തീർക്കാന്നാ ഞാൻ കരുതിയേ.